ഇപ്പം തന്നെ കളത്തിലേക്ക് ഇറങ്ങുന്നതിന് ഒരു പ്രശ്നമില്ല. ഇപ്പം മണ്ഡലത്തിൻ്റെ എല്ലാ ഭാഗത്തും ചെന്നാൽ ചുവരെഴുത്ത് തീർന്നുകൊണ്ടിരിക്കുന്നത് കാണാം. പ്രഖ്യാപിച്ചേ ആദ്യത്തെ 1 മണിക്കൂറിനുള്ളിൽ ചുവരെഴുത്ത് തീരുകയാണ്. ഓട് വെച്ച് കഴിഞ്ഞു, പോസ്റ്റ് ഒട്ടിച്ച് കഴിഞ്ഞു. അപ്പോൾ അടുക്കും ചിട്ടയോടും കൂടി പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ തയ്യാറെടുത്തിരുന്നുകൊണ്ട് ഞങ്ങൾക്ക് ഈ ഏപ്രിൽ 9 എന്ന് അടുത്ത് പോയി എന്നുള്ളത് ഒരു പ്രശ്നവുമില്ല. ഞാൻ സന്തോഷിക്കുന്നു. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ, വോട്ടർമാരെ ബുദ്ധിമുട്ടിക്കാതെ, പ്രവർത്തകരെ വിഷമിപ്പിക്കാതെ നമുക്ക് ഈ തെരഞ്ഞെടുപ്പുമായി മുന്നോട്ട് പോകാൻ കഴിയുന്നു എന്നതാണ് ഈ നേരത്തെ വരുന്നു എന്നുള്ളതിൽ സന്തോഷിക്കുന്നു. ഞാൻ തികഞ്ഞ ആത്മവിശ്വാസത്തോടെയും ഒപ്പം ലക്ഷ്യബോധത്തിലൂന്നിയും നിശ്ചയദാർഢ്യത്തോടു കൂടിയും മത്സരരംഗത്തേക്ക് നീങ്ങുകയാണ്. എനിക്ക് പൂർണ്ണമായ ആത്മവിശ്വാസമുണ്ട്. ഏറ്റുമാനൂരിലെ ജനത വിവേകശാലികളാണ്, സംസ്കാര സമ്പന്നരാണ്, അവരെല്ലാം തിരിച്ചറിയുന്നവരാണ്. അതുകൊണ്ട് 5 വർഷക്കാലം സമാനതകളില്ലാത്ത വികസനക്ഷേമ പ്രവർത്തനങ്ങൾ ഏറ്റുമാനൂർ മണ്ഡലത്തിൽ നടപ്പാക്കിയിട്ടുണ്ട്. ഞാൻ വെറുതെ പറഞ്ഞതല്ല. ഞാൻ ആദ്യം തന്നെ ജയിച്ചപ്പോൾ MG യൂണിവേഴ്സിറ്റിയുടെ ഓഡിറ്റോറിയത്തിൽ ശില്പശാല സംഘടിപ്പിച്ച് എന്ത് നടപ്പാക്കുമെന്ന കാര്യം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു. ജനപ്രതിനിധികളെയും പൗരപ്രമുഖരെയും ഉദ്യോഗസ്ഥ പ്രമുഖരെയും കൂട്ടിച്ചേർത്ത് അവരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചു. ഇതെല്ലാം ക്രോഡീകരിച്ച് ഈ മണ്ഡലത്തിൽ നടപ്പാക്കാൻ പോകുന്ന കാര്യങ്ങളെ സംബന്ധിച്ചൊരു പ്രോജക്റ്റ് ഉണ്ടാക്കി. 2 വർഷം കഴിയുമ്പോൾ ഇത് പരിശോധിക്കുമെന്ന് പറഞ്ഞു, റിവ്യൂ ചെയ്യുമെന്ന് പറഞ്ഞു. കൃത്യമായി 2 വർഷം കഴിഞ്ഞപ്പോൾ പരിശോധിച്ചു. 2021 ജൂലൈ 27 ആദ്യത്തെ ശില്പശാല, 2023 ജൂലൈ 27 രണ്ടാമത്തെ ശില്പശാല. വീണ്ടും ഞാൻ പറഞ്ഞു 4.5 വർഷം കഴിയുമ്പോൾ വീണ്ടും ഇത് പരിശോധിക്കാൻ നിങ്ങളെ വിളിക്കും. 4.5 വർഷം കഴിഞ്ഞപ്പോൾ ജനങ്ങളുടെ മുമ്പിൽ ഞാൻ പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഒരുപക്ഷെ കേരളത്തിൽ ആദ്യമായി ഒരു MLA തൻ്റെ മണ്ഡലത്തിലെ എന്ത് നടന്നു എന്ന കാര്യം കൃത്യമായി ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ചത് ആദ്യം ഇവിടെയാണ്. അതോടൊപ്പം അത് QR കോഡ് സ്കാൻ ചെയ്താൽ എല്ലാവർക്കും മൊബൈൽ ഫോണിൽ കിട്ടത്തക്ക രൂപത്തിൽ എല്ലാ വോട്ടർമാരുടെയും വീടുകളിൽ അത് കാണാനുള്ള സൗകര്യം ഉണ്ടാക്കി. ആർക്കും നിഷേധിക്കാനാവാത്ത യാഥാർത്ഥ്യത്തോടു കൂടി 4200 കോടിയിൽ പരം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ അക്കമിട്ട് നിരത്തി കൃത്യമായി പറഞ്ഞ കാര്യങ്ങൾ, പറഞ്ഞതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ നടപ്പാക്കിയ സംതൃപ്തിയോടുകൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് ജനങ്ങളെ സമീപിക്കാൻ മുന്നോട്ട് വരുന്നത്. അതുകൊണ്ട് എവിടെയായിരുന്നു, എന്ത് ചെയ്തു എന്നൊരു ചോദ്യം തന്നെ ഈ മണ്ഡലത്തിൽ ഉണ്ടാവാത്ത രൂപത്തിൽ ജനങ്ങളെ അപ്പപ്പോൾ ബോധ്യപ്പെടുത്തിപ്പോയ ഒരു ജനപ്രതിനിധിയാണ് ഞാൻ. അതിൽ കുറവുകളുണ്ടാവും, കുറ്റങ്ങളുണ്ടാവാം. അതെല്ലാം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച് ജനാധിപത്യത്തിൽ ജനങ്ങളാണ് യജമാനന്മാരെന്ന കാഴ്ചപ്പാടോടെ ജനങ്ങളുടെ മുമ്പിൽ അവരുടെ വിനീത വിധേയദാസനായി നിന്നുകൊണ്ടായിരുന്നു എൻ്റെ പ്രവർത്തനങ്ങൾ. അത് കൃത്യമായി നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോയതുകൊണ്ട് തന്നെ ഈ നിയോജകമണ്ഡലത്തിൻ്റെ എല്ലാ മേഖലയിലും മുക്കിനും മൂലയിലും എല്ലാ വാർഡുകളിലും ഏതെങ്കിലും തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഈ കാലഘട്ടത്തിൽ എത്തിക്കാൻ പരിശ്രമിച്ചിട്ടുണ്ട്. അതോടൊപ്പം അവരുടെ സുഖങ്ങളിലും ദുഃഖങ്ങളിലും എല്ലാ കാര്യങ്ങളിലും ഇടപെടാൻ ഒരു ജനപ്രതിനിധി എന്ന രൂപത്തിൽ എന്തെല്ലാമാണോ തൻ്റെ ബാധ്യത, ആ ബാധ്യത സമയോചിതമായി സന്ദർഭോചിതമായി നിറവേറ്റാനും പരിശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ആത്മവിശ്വാസത്തിൻ്റെ അടിസ്ഥാനം.